മറ്റുള്ളവരുടെ സ്നേഹവും പരിഗണനയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. ഈ ഒരു വീഡിയോയിൽ കാമദേവൻ്റെ അതീവ ശക്തിയുള്ള ഒരു മന്ത്രത്തെ ഇന്ന് പരിചയപ്പെടുത്തുന്നു. വിശ്വാസപരമായിട്ട് താന്ത്രിക പാരമ്പര്യങ്ങളിൽ ഈ മന്ത്രത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. ഭക്തിയോടെയും ഏകാഗ്രതയോടെയും ജപിച്ചാൽ വ്യക്തിത്വ ആകർഷണവും അതുപോലെ മറ്റുള്ളവരോട് നല്ല ബന്ധം സ്ഥാപിക്കാനുള്ള ആത്മവിശ്വാസവും വർദ്ധിക്കുമെന്നാണ് പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മന്ത്രം ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു മന്ത്രം 21 ദിവസം തുടർച്ചയായിട്ട് 108 തവണ വീതമാണ് ജപിക്കേണ്ടത്. ആ ജപിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിരിച്ച് അതിന് മുകളിലിരുന്ന് നെയ്വിളക്ക് 5 തിരിയിട്ട് കത്തിച്ച ശേഷമാണ് ചെയ്യേണ്ടത്. അതായത് വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ഞാൻ ഈ പറയണ മന്ത്രം ജപിക്കുക. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലത്തെ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ജനന വിവരങ്ങളില്ലാത്തവർക്ക് അവരുടെ കൈരേഖ ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് ആ ഒരു മന്ത്രത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഋഷി ഛന്ദസ് ഒന്ന് നോക്കാം. സമ്മോഹന ഋഷി ഗായത്രി ഛന്ദ കാമദേവോ ദേവത. അപ്പോൾ അതിൻ്റെ ധ്യാനമന്ത്രം ഒന്ന് പറയാം. ജപാരുണ രത്നവിഭൂഷണാഢ്യം മീനധ്വജം ചാരു കൃതാംഗരാഗം കരാംബുജൈ അങ്കുശമിക്ഷുചാപം പുഷ്പാസ്ത്ര പാശോദതം ഭജാമി. അപ്പോൾ ഇതാണ് ആ ഒരു ധ്യാനമന്ത്രം. നമുക്കിനി അതിൻ്റെ മന്ത്രം നോക്കാം. ഓം നമോ ഭഗവതേ കാമരൂപായ ശ്രീം സർവജനപ്രിയായ സർവജന സമ്മോഹനായ സർവജനമേ വശമാനയ സ്വാഹ. അതായത് ആദ്യം ഋഷി ഛന്ദസ് ദേവത ഒരു തവണ പറഞ്ഞ ശേഷം ഒരു തവണ ധ്യാനമന്ത്രം ചൊല്ലി കാമദേവനെ മനസ്സിൽ ധ്യാനിച്ച ശേഷം 108 തവണ മന്ത്രം ജപിക്കുക. അങ്ങനെയാണ് 21 ദിവസം 108 തവണ വീതമാണ് ജപിക്കേണ്ടത്. ഓരോ ദിവസവും ജപം കഴിയുമ്പം ആളുടെ പേരും നക്ഷത്രവും പറഞ്ഞ് കാര്യസാധ്യം പറയുക. അതുപോലെ നിങ്ങൾ തൊഴിൽ മേഖല അതുപോലെ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു 21 ദിവസത്തിന് ശേഷം അല്പം കുങ്കുമത്തിലോ അല്ലെങ്കിൽ ചന്ദനത്തിലോ നിങ്ങൾക്ക് മോതിര വിരൽ സ്പർശിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം 21 തവണ ജപിച്ച് ചേർത്ത ശേഷം ആ ഒരു കുറി അണിയുകയാണെങ്കിൽ സർവജന വശ്യമാണ് ഫലമായിട്ട് ലഭിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ പറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.